എന്തു നല്ലോർ സഖീശു പാപദുഃഖം വഹിക്കും. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരം ഏറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടായ നിമിത്തം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 6-ാം അധ്യായം 14-ാമത് വചനം. ദുഃഖിതനോട് സ്നേഹിതൻ ദയ കാണിക്കേണ്ടതാകുന്നു, അല്ലാഞ്ഞാൽ അവൻ സർവശക്തൻ്റെ ഭയം ത്യജിക്കും എന്നുള്ളതായ വചനമാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്കും ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് ലഭിക്കാതെ പോയതായ ഒരു വാക്കുമാണ് താൻ ഇവിടെ ഓർപ്പിക്കുന്നത്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ആഴമായ ദുഃഖവും വേദനയും തളം കെട്ടി നിൽക്കുമ്പോൾ തൻ്റെ സ്നേഹിതന്മാരിൽ നിന്ന് ആഴമായ ദയ ഉണ്ടാകുമെന്ന് താൻ പ്രതീക്ഷിച്ചെങ്കിലും ആ കാരുണ്യങ്ങളൊന്നും സഹോദരന്മാരിൽ നിന്ന് തനിക്ക് ലഭിച്ചില്ല, കുടുംബാംഗങ്ങളിൽ നിന്ന് തനിക്ക് ലഭിച്ചില്ല. അങ്ങനെ വരുന്നതായ ഒരു പശ്ചാത്തലത്തിൽ ദൈവത്തെ കൂടെ ത്യജിച്ച് കളയുവാൻ തോന്നുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അങ്ങനെ കടന്നു പോകുന്നൊരു മനുഷ്യൻ എത്തിച്ചേരുമെന്ന് നിങ്ങൾ ഓർക്കേണ്ടതല്ലയോ എന്ന് ഇയ്യോബ് ചോദിക്കുകയാണ്. ഇയ്യോബ് ഇത്രമാത്രം ദുഃഖങ്ങളും സ്നേഹിതന്മാരുടെ ദയയും ലഭിക്കാതെ വന്നപ്പോഴും വിശ്വാസത്തിനു വേണ്ടി നിന്നു എന്നുള്ളത് വളരെ ആഴമായ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു എന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല. പക്ഷേ ഇയ്യോബ് പറയുന്നത് ഒരു സഹോദരന് കഷ്ടം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, വേദന വരുമ്പോൾ അവനോട് ദയ കാണിക്കുവാനും അവനോട് ചേർന്ന് നിൽക്കുവാനും ഞാനും നിങ്ങളും തയ്യാറാകണമെന്നും അങ്ങനെ ചെയ്യുമ്പോഴാണ് തനിക്ക് മനധൈര്യമുണ്ടാകുകയും നിൽപ്പാനായിട്ട് തനിക്ക് കഴിയുകയും ചെയ്യുന്നത് എന്നുള്ള വാക്കുകളാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിനകത്ത് അതിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ ഓർപ്പിക്കുന്നത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും എന്നുള്ളതായ വാക്കുകളാണ്. ഗിരിപ്രഭാഷണത്തിൽ കർത്താവായ യേശുമശിഹ പറയുകയാണ്, ദുഃഖിക്കുന്നവർക്ക് മാനുഷികമായ മണ്ഡലത്തിൽ സംരക്ഷണങ്ങളോ ആശ്വാസങ്ങളോ സഹായങ്ങളോ ലഭിക്കുന്നില്ല എങ്കിൽ പോലും അതിനപ്പുറത്ത് അവരുടെ ദുഃഖങ്ങളെ അതിജീവിക്കുവാൻ കഴിയുന്ന, അവരുടെ ദുഃഖകാലത്തെ മറികടക്കുവാൻ കഴിയുന്ന ഒരു ആത്മനിയോഗം അവരുടെ മേൽ പകരുന്ന ദൈവമാണ് നിങ്ങളുടെ ദൈവമെന്ന് കർത്താവായ യേശുക്രിസ്തു ആഴമായിട്ട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഇയ്യോബ് തൻ്റെ ജീവിതത്തിൽ ഇനി എങ്ങനെ മുൻപോട്ട് പോകാൻ സാധിക്കും എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ തൻ്റെ കുടുംബാംഗങ്ങളടക്കം തൻ്റെ സ്നേഹിതന്മാരടക്കം ഉള്ള ആളുകൾ തന്നോട് ദയ കാണിക്കാതിരിക്കുമ്പോഴും തനിക്ക് വിശ്വാസത്തോടുകൂടി തൻ്റെ ചുവടുകൾ മുൻപോട്ട് വയ്ക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിൻ്റെ
അവസാനം കാണുന്നതിനു മുൻപ്, തൻ്റെ കണ്ണടയുന്നതിനു മുൻപ് നഷ്ടപ്പെട്ടതൊക്കെയും ദൈവം തനിക്ക് മടക്കി കൊടുക്കുകയും ആ തലത്തിലുള്ള നന്മകൾ തനിക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞതുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളുടെയും കഷ്ടങ്ങളുടെയും നാളുകൾ കടന്നു വരാം. ഒരു പക്ഷെങ്കിൽ നമ്മോട് കൂടെ കാണുമെന്നും നമ്മോട് കൂടെ നിൽക്കുമെന്നും ചിന്തിച്ച പലരും നമ്മെ വിട്ട് ഓടിക്കളഞ്ഞെന്നു വരാം. പക്ഷേ ഒരു നാളും ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ലെന്ന് പറഞ്ഞ കർത്താവിൻ്റെ സാന്നിധ്യം കൃത്യമായ തലത്തിൽ അനുഭവിച്ചുകൊണ്ട് വിശ്വാസത്തിനു വേണ്ടി നിൽപ്പാനും ആ തലത്തിൽ ഒരാശ്വാസം കണ്ടെത്തുവാനായിട്ട്, ഒരു വിടുതൽ അനുഭവിപ്പാനായിട്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുന്നവരും അതിനായി കാത്തിരിക്കുന്നവരുമായി നമുക്ക് തീരാം. അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളുടെ ദുഃഖകാലത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഞങ്ങളെ വിട്ടുപോയാലും ദുഃഖകാലത്ത് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്നവർ ദുഃഖത്തിലും വേദനയിലും കഷ്ടത്തിലും ഇരിക്കുന്നെങ്കിൽ യേശു കർത്താവിൻ്റെ സാന്നിധ്യം അവർക്ക് അനുഭവിപ്പാനും വിശ്വാസത്തിലൂടെ നിൽപ്പാനും അവരെ സഹായിക്കണം, അത്ഭുതം ചെയ്യണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.